നിന്റെ അച്ഛൻ ചാത്തൂനെ പറ്റി കേട്ടിട്ടുണ്ടാ? എനക്കൊരു ഇളയപ്പനുണ്ടായിരുന്ന അമ്പു കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടോ? നഞ്ഞ് കേക്കാത്ത കുറെ ഉണ്ട്. ചാത്തൂന്റെ അച്ഛൻ രാമൻ നായന്മാരെ പറമ്പിലേയും കണ്ടത്തിലേയും എല്ലാ മഴയും വെയിലും കൊണ്ടോൻ രാമൻ പണിക്ക് പോകുമ്പം ചാത്തു അമ്പും കൂടെ ചെല്ലും. ഇതിന് ഉച്ചക്ക് കുറച്ച് കുളുത്തു കിട്ടും. എന്നാ തെങ്ങിന് തടം വെട്ടുമ്പോ ഒരു വേര് മുറിഞ്ഞാലോ വരമ്പിടുമ്പോ ഒന്ന് വളഞ്ഞാലോ പുളിങ്കമ്പൂണ്ടുള്ള അടിയ. അന്ന് ഉച്ചക്ക് കുളുത്തല്ല. അതാണെങ്കിലോ പറമ്പിലോ കണ്ടത്തിലോ ഏടിയാ പണിയുന്ന ചാടത്തന്നെ മണ്ണിലൊരു കുണ്ടുമാന്തി ഇലട്ട് 20 അടി ദൂരെ മാറി നിൽക്കണം. മണ്ണ് കുത്തിയ കുണ്ടില് ഓമ്പാള കൂട്ടി ഇലയില് തമ്പുരാട്ടി കുളുത്തപാരും. വസൂരി വന്ന് രാമൻ ചത്തേരം ചാത്തൂന്റെ അമ്പൂന്റെ കണ്ണുന്നൊരിറ്റ് കണ്ണീര് പോലും വന്നിട്ടില്ല. എന്താ കാരണം? ഓർക്കന്ന് ചാരി പിടിച്ചു നിക്ക ഓറന്ന വരമ്പത്ത് കുഴിച്ചിട്ട് ഒരു ചെങ്കുടീന്റെ കാലുണ്ടേനി. അന്നയിനോറെ ഓരോളേറെ ആയിട്ടു ആ ചെങ്കൊടീന്റെ ബലത്തില ചാത്തു റോഡിലിറങ്ങി നടുനീർത്തി നടന്നത്. ആ ചാത്തൂന്റെ അമ്പൂന്റെ ചോര കണ്ട് വളർന്നോനാണടാ സഹദേവൻ. സഹദേവന്റെ കാലായ പെക്കും ചെങ്കൊടീന്റെ കാല് വലുതായി. രാമൻ കുണ്ടുമാന്തി ചാത്തു അമ്പ് ആടെ കൊടി നാട്ടി. സഹദേവൻ ആ കൊടി ഉയരത്തില് പാറിക്കാളിപ്പിക്കും. സഹദേവന്റെ മക്കൾ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കും, വളരും. ബൂർഷനെ തോപ്പിക്കാൻ ബൂർഷായിട്ട് കാര്യമില്ല, ബൂർഷന്റെ അച്ഛനാവണം. അല്ലാണ്ട് പറ്റൂല. ഇത് എന്റെ തത്വശാസ്ത്രം. ഇതനുസരിച്ചേ ഞാൻ നീങ്ങൂ. എന്റെ വൈക്കെങ്ങാനും ഇതുപോലെ വന്ന് നിന്നാല് പാറത്തി കളയും ഞാൻ. സഹദേവൻ പൈസക്കാരനാണെന്നും പൈസക്കാരുടെ കമ്മ്യൂണിസ്റ്റാണെന്നും ഇനിയും എന്റെ കൂടെയുള്ള നായിന്റെ മക്കളുണ്ടല്ലോ ഓറും പറയും. ഒരൊറ്റ തവണ പിന്നൊരക്ഷരം മിണ്ടൂല. കണ്ണിക്കടുമാങ്ങന്റെ വായ കെട്ടും പോലെ കെട്ടും ഞാൻ ഓന്റെയൊക്കെ വായ. പാർട്ടിന്റെ കൂടെ നിൽക്കണ പാവങ്ങളെ മാത്രമേ ഈ സഹദേവൻ എന്നും പാവായിട്ട് കൂട്ടിയിട്ടുള്ളൂ. ആ പാവങ്ങൾക്ക് വേണ്ടിയ ഈ രാമന്റെ മോന്റെ മോൻ സഹദേവൻ എന്നും നടക്കുന്നത്.